സിദ്ധാർത്ഥന്റെ മരണത്തിൽ വെറ്ററിനറി കോളേജ് ഡീനും അസിസ്റ്റന്റ് വാർഡനും നൽകിയ വിശദീകരണം വിസി തള്ളി. വിഷയത്തിൽ വീഴ്ച പറ്റിയില്ല എന്നായിരുന്നു ഇരുവരുടെയും വിശദീകരണം. ഇരുവർക്കുമെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടായേക്കും. ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അനീസ്, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഡീനും ഒപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനും വിശദീകരണം നൽകിയിരുന്നത്. ഇത് തള്ളുകയാണോ വിസി? എന്താണ് വിസി പറയുന്നത്? ഇപ്പോൾ ഗവർണർ സസ്പെൻഡ് ചെയ്ത വി സിക്ക് പകരം ചുമതലയേറ്റ വി സിയാണ് ഇവരോട് വിശദീകരണം ചോദിച്ചത്. കാരണം കാണിക്കൽ നോട്ടീസാണ് രണ്ടുപേർക്കും നൽകിയത്. കോളേജ് ഡീനിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനുമായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഈ സന്ദർഭത്തിൽ തന്നെ ഇവർ 2 ദിവസത്തെ അവധി ചോദിച്ചിരുന്നു ഇത് കാരണം കാണിക്കൽ വിശദീകരണം നൽകാൻ. അതേസമയം ഇന്ന് 10:00 തന്നെ മറുപടി നൽകണമെന്ന് വി സി നിർബന്ധം പിടിച്ചു. ഇതോടുകൂടി നൽകിയ വിശദീകരണത്തിലാണ് തങ്ങൾക്ക് കാര്യമായ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല, തങ്ങൾക്ക് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കുടുംബത്തെയൊക്കെ ആ സന്ദർഭത്തിൽ തന്നെ ഇന്നലെ ഡീൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വിശദീകരണമായും നൽകിയിട്ടുള്ളത്. കുടുംബത്തെയൊക്കെ ഈ വിദ്യാർത്ഥി മരിച്ച 5 മിനിറ്റിനകം തന്നെ വിദ്യാർത്ഥിയുടെ കുടുംബത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഡീൻ നേരിട്ടല്ല, അതിന് ചുമതലപ്പെടുത്തിയ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. എങ്ങനെ തുടങ്ങി? തങ്ങൾ അന്വേഷിച്ചപ്പോഴൊന്നും ഇത്തരം മർദ്ദനത്തിന്റെ കാര്യങ്ങൾ വിദ്യാർത്ഥികളൊന്നും അറിയിച്ചിരുന്നില്ല. തങ്ങൾ അവിടെയല്ല താമസിക്കുന്നത്, അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞില്ല. മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് എന്ന വിശദീകരണമാണ് ഇവർ നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് വി സിയുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി. എന്തായാലും ഇവർക്കെതിരെ ഇന്ന് തന്നെ നടപടി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. വി സിയോട് അടുത്ത വൃത്തങ്ങൾ അത് കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരുടെ വിശദീകരണം ലഭിച്ചിട്ടുണ്ട്. വിശദീകരണം തൃപ്തികരമല്ല, അതുകൊണ്ട് ഇന്ന് തന്നെ ഇരുവർക്കുമെതിരെ നടപടി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ 2 പേർക്കെതിരെ മാത്രം നടപടിയെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുഖം രക്ഷിക്കുകയാണ് സർവകലാശാലയും സർക്കാരും ചെയ്യുന്നത് എന്ന ആരോപണവും ശക്തമായി ഉയരുന്നുണ്ട്. ഇത് കുറെ വർഷങ്ങളായി അവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു അലിഖിത നിയമം കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്, സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ ഉണ്ടായാൽ അത് അവിടെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു സമാന്തര കോടതി പോലെ പ്രവർത്തിക്കുന്ന ആ സിസ്റ്റത്തിൽ ഈ കാര്യങ്ങൾ വരികയും അവിടെ കാര്യങ്ങൾ കുറ്റവിചാരണ നടക്കുകയും ശിക്ഷ വിധിക്കുകയും ശിക്ഷ അവിടെ തന്നെ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു അലിഖിത നിയമം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ആൾക്കൂട്ട വിചാരണ നേരത്തെയും നടന്നു എന്ന് തെളിയിക്കുന്നതാണ് അത്തരത്തിലുള്ള പരാമർശം. ആൾക്കൂട്ട വിചാരണ എന്ന പേരോ അതുപോലെ സമാന്തര കോടതി എന്നോ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശങ്ങളില്ലെങ്കിലും ഫലത്തിൽ ഇത് തന്നെയാണ് എന്ന് ഈ അലിഖിത നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ക്യാമ്പസിനകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ വി സിക്കും ഡീനിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനും ഒന്നും അറിയാതെയല്ല മുൻകാലങ്ങളിലും ഇത് നടന്നത് എന്നാണ് ഉയരുന്ന ആരോപണം. എന്തായാലും ഇപ്പോൾ വി സിയുടെ നടപടി ഉണ്ടാകും എന്നറിയുന്നു. എന്തായാലും വൈകാതെ ആ കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഫാരിഷ.